ഹലോ ഗായ്സ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആർക്ക് ക്രിയേറ്ററിൻ്റെ മിഡിലുള്ള പാർട്ടായിരുന്നു ബിൽഡ് ചെയ്തെടുത്തത്. നെക്സ്റ്റ് നമുക്ക് ബിൽഡ് ചെയ്യേണ്ടത് ഒരു സ്പാർക്ക് ജനറേറ്ററാണ്. അതിനുവേണ്ടി തന്നെ നമുക്കൊരു ഹൈ വോൾട്ടേജ് ഇൻവെർട്ടർ സർക്യൂട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമായിരുന്നു. മെയിൻലി ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഓസിലേറ്റർ സർക്യൂട്ടും അതുപോലെ തന്നെ ഒരു വോൾട്ടേജ് ബൂസ്റ്ററും ആവശ്യമായിരുന്നു. ആൻഡ് ഈ ഒരു സർക്യൂട്ട് യൂസ് ചെയ്തിട്ടായിരുന്നു സ്പാർക്ക് ജനറേറ്റർ ഉണ്ടാക്കിയത്. നെക്സ്റ്റ് നമുക്ക് ഉണ്ടാക്കേണ്ടത് മെയിൻ പാർട്ടിൻ്റെ മുകളിൽ വരുന്ന ഒരു റിംഗ് ആയിരുന്നു. ഈ ഒരു റിംഗ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ് ട്രൈ ചെയ്തെങ്കിലും പല മെറ്റീരിയൽസ് യൂസ് ചെയ്തെങ്കിലും ആ ഒരു പെർഫെക്ഷൻ കിട്ടിയില്ലായിരുന്നു. ഈ ഒരു പാർട്ട് ശരിയായില്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ആർക്ക് ക്രിയേറ്ററിൻ്റെ ഓവറോൾ പെർഫെക്ഷനെയും ബാധിക്കുമെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഈ ഒരു പാർട്ട് നമ്മൾ 3D പ്രിന്റ് ചെയ്യാമെന്ന് തന്നെ കരുതി. നമുക്ക് ഈ ഒരു പാർട്ട് പ്രിന്റ് ചെയ്തത് 3D പ്രിന്റേഴ്സ് എന്ന് പറയുന്നൊരു ടീമാണ്. നിങ്ങൾക്ക് 3D മോഡലുകൾ പ്രിന്റ് ചെയ്യാനോ അല്ലെങ്കിൽ CAD ഡിസൈനുകൾ ഉണ്ടാക്കാനുണ്ടെങ്കിൽ ഈ ഒരു ടീമുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ പ്രിന്റ് ചെയ്ത ഈ ഒരു പാർട്ടിൻ്റെ സെൻട്രൽ പോർഷനിലായിട്ടൊരു മെറ്റൽ റിങ്ങും അതിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി 3 ഹോൾഡേഴ്സും ആഡ് ചെയ്തു. അതോടൊപ്പം തന്നെ കുറച്ചും കൂടെ ഡീറ്റെയിലിംഗ് ചെയ്ത് ഇതിനൊരു ബ്ലാക്ക് പെയിന്റ് അപ്ലൈ ചെയ്തു. നമ്മുടെ ഈ ഒരു ആർക്ക് ക്രിയേറ്ററിൻ്റെ ടോപ്പ് പോർഷനിലുള്ള ട്രാൻസ്പെറൻറ്റ് റിങ്ങിനകത്ത് കുറച്ചും കൂടെ ഇൻറ്റൻസിറ്റി ഫീൽ ചെയ്യാൻ വേണ്ടി കുറച്ച് LED ലൈറ്റ്സും ആഡ് ചെയ്തു. നമ്മുടെ ഈ ഒരു ആർക്ക് ക്രിയേറ്ററിൻ്റെ ബോട്ടം പാർട്ടിലാണ് ആ ഒരു ഇൻവെർട്ടർ സർക്യൂട്ട് ഫിക്സ് ചെയ്യാമെന്ന് കരുതിയത്. അതോടൊപ്പം തന്നെ അതിനെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് യൂസ് ചെയ്ത് ഒരു സിലിണ്ടറിക്കൽ കവറിങ് ഉണ്ടാക്കി അതിനെ അതിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട് ഫിക്സ് ചെയ്തു. നെക്സ്റ്റ് വി നീഡ് ടു അസംബിൾ ആൾ ദ പാർട്സ്.